പൃഥ്വിരാജ് സുകുമാരന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായി എത്തിയ ചിത്രമായ എമ്പുരാൻ വിവാദങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. മാർച്ച് 27-നായിരുന്നു ചിത്രം റിലീസിനെത്തിയിരുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിഞ്ഞതു മുതൽ സിനിമ ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നു. സിനിമയിലെ രാഷ്ട്രീയമാണ് വിഷയം. മുൻ മന്ത്രി കോടിയേരി ബാലകൃഷ്ണന്റെ മകനും നടനുമായ ബിനീഷ് കോടിയേരി തന്റെ ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു കുറിപ്പാണ് വിവാദത്തിന് തിരികൊളുത്തിയത്. ആന്റണി പെരുമ്പാവൂർ, മോഹൻലാൽ, മുരളി ഗോപി, പൃഥ്വിരാജ് എന്നിവർ ഒരുമിച്ചുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് ബിനീഷ് കോടിയേരി കുറിച്ചത് ഇങ്ങനെയാണ്: ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ബിഗ് ബഡ്ജറ്റ് പടം സംഘപരിവാർ ഗുജറാത്തിൽ കലാപം നടത്തി രാജ്യം ഭരിക്കുകയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ, അതിൽ ആഭ്യന്തരമന്ത്രിയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതെന്ന് പച്ചയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ ധൈര്യം പോരാ. സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. സിനിമയുടെ രാഷ്ട്രീയത്തെ അഭിനന്ദിക്കുന്ന തരത്തിലുള്ള കുറിപ്പാണ് ഇതെന്ന് നിസ്സംശയം പറയാം. എന്നാൽ തൊട്ടു പിന്നാലെ സംഘപരിവാർ അനുകൂലികൾ ചിത്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. തങ്ങളുടെ നേതാക്കളെ അപമാനിക്കുന്നുവെന്നും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് ചിത്രം പറയുന്നതെന്നായിരുന്നു അവരുടെ ആരോപണം. സിനിമ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റദ്ദാക്കിയതിന്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതമായിരുന്നു പലരും സോഷ്യൽ മീഡിയയിൽ രോക്ഷ പ്രകടനം നടത്തിയത്. അതേസമയം ചിത്രം ഇഷ്ടമുള്ളവർക്ക് കാണാം, അല്ലാത്തവർക്ക് കാണാതിരിക്കാം. സിനിമയെ സിനിമയായി കാണണമെന്നും അതിനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലുള്ളവർക്കുണ്ടെന്നുമെന്നായിരുന്നു BJP സംസ്ഥാന സെക്രട്ടറി MT രമേശൻ ഈ വിഷയത്തിൽ പ്രതികരിച്ച് പറഞ്ഞിരുന്നത്. മുൻ BJP നേതാവും ഇപ്പോൾ കോൺഗ്രസിന്റെ സൈബർ മുഖവുമായ സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ കുറിച്ചത് എമ്പുരാൻ കാണണമല്ലോ എന്നായിരുന്നു. തൊട്ടു പിന്നാലെ കാണേണ്ടതാണെന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയും കുറിച്ചു. വ്യാഴാഴ്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സാമൂഹ്യ മാധ്യമത്തിലൂടെ ചിത്രത്തിന് ആശംസ നേർന്നിരുന്നു. വരും ദിനങ്ങളിൽ താനും എമ്പുരാൻ കാണുന്നുണ്ടെന്നായിരുന്നു അദ്ദേഹം മോഹൻലാലിനൊപ്പമുള്ള ചിത്രത്തിനൊപ്പം കുറിച്ചത്. എന്നാൽ വിവാദമുയർന്നതോടെ ഇതിനു കീഴിൽ CPM അനുകൂലികൾ പരിഹാസ കമന്റുകളുമായി എത്തിയിട്ടുണ്ട്. 2019 റിലീസ് ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായാണ് എമ്പുരാൻ എത്തിയത്. മുരളി ഗോപിയുടേതാണ് തിരക്കഥ. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലാണ് ചിത്രം റിലീസിനെത്തിയിരുന്നത്. കേരളത്തിൽ മാത്രം 750ഓളം തിയേറ്ററുകളിലായിരുന്നു ചിത്രം പ്രദർശിപ്പിച്ചിരുന്നത്. എന്തായാലും ചിത്രം പ്രദർശനത്തിനെത്തി രണ്ടാമത്തെ ദിവസം തന്നെ ഇടത് സംഘപരിവാർ അനുകൂലികൾ തമ്മിൽ സൈബർ പോരും തുടങ്ങിയ സാഹചര്യത്തിലും ചില BJP അനുഭാവികൾ ടിക്കറ്റ് അടക്കം ക്യാൻസൽ ചെയ്തതിനാലും ഇത് ചെറിയ തോതിലെങ്കിലും ബോക്സ് ഓഫീസ് കളക്ഷനെ ബാധിക്കുമെന്ന ആശങ്കയും ആരാധകർക്കുണ്ട്. എന്നാൽ എമ്പുരാൻ ഗംഭീര സിനിമയെന്നാണ് കോൺഗ്രസ് പ്രവർത്തകയായ രമ്യ ഹരിദാസ് പറയുന്നത്. രമ്യ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ്: എമ്പുരാൻ കണ്ടു, ഗംഭീരം. ലാലേട്ടൻ, മഞ്ജു വാര്യർ, പൃഥ്വിരാജ് സുകുമാരന്റെ മികച്ച സംവിധാനം, മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ്, ആകെ മൊത്തം കിടിലൻ. രാജ്യത്തിന്റെ ശത്രുക്കളെ, വർഗീയതയെ, മയക്കുമരുന്ന് മാഫിയയെ അടിച്ചൊതുക്കാനെന്നും ഓരോ പുലിക്കുട്ടികൾ രാജ്യത്ത് ജന്മമെടുത്തിട്ടുണ്ട്. അവരുടെ പേരുകൾ വ്യത്യസ്തമായിരുന്നു. ഒറ്റപ്പെട്ടു പോയവനും നിസ്സഹായരായി പോയവർക്കും അഭയം നൽകിയ നാട്, അത് സ്നേഹത്തിന്റെ മണ്ണായ ഇന്ത്യ തന്നെയാണ്. ഓരോ ഹിന്ദുസ്ഥാനിയുടെയും മനസ്സ് അങ്ങനെയാണ്. അതിൽ വിഷം ചേർക്കാൻ നടന്നവരെ എന്നും ഈ ജനത ഒറ്റക്കെട്ടായി എതിർത്ത് തോൽപ്പിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ പ്രിയദർശിനി രാംദാസിന്റെ കിടിലൻ ഡയലോഗ് പോലെ, ഞാൻ തടയും, നിങ്ങൾ തടയും, നമ്മൾ തടയും. പിറന്നു വീണ രാജ്യത്തെ വർഗീയത മാത്രമല്ല, മയക്കുമരുന്ന് ലഹരി മാഫിയയും. ചിത്രത്തിനെതിരെ നെഗറ്റീവ് പോസ്റ്റുകളുമായി വരുന്ന സംഘപരിവാർ ഹാൻഡിലുകളോട് ഒന്നേ പറയാനുള്ളൂ: ഒരുത്തിനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും. നിങ്ങളുടെ മനസ്സ് നന്നായാൽ മതി. സിനിമ സൂപ്പറാണ്. ഗോകുലം മൂവീസ് അടക്കമുള്ള ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് അഭിവാദ്യങ്ങൾ. എല്ലാവരും തിയേറ്റർ എക്സ്പീരിയൻസിൽ തന്നെ സിനിമ കാണുക. കിടിലൻ പടം, എനിക്കിഷ്ടമായി. രാജ്യസ്നേഹിയായ ഓരോ ഇന്ത്യക്കാരനും ഇഷ്ടമാകുമെന്നായിരുന്നു രമ്യ ഹരിദാസ് പറഞ്ഞിരുന്നത്. എന്തായാലും ചിത്രം ഇനി ഏതൊക്കെ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുമെന്ന് കണ്ടു തന്നെ അറിയാം.